നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പുറത്തു പോവുകയാണ്, ഇതെങ്ങനെ പറയും? ഞാൻ പുറത്തു പോവുകയാണ്. അപ്പം ഞാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് ഐ ആം ഗോയിങ് എന്നാണ് നമ്മൾ പറയാം. അപ്പം ഞാൻ പുറത്തു പോവുകയാണെന്ന് എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ഔട്ട്. ഐ ആം ഗോയിങ് ഔട്ട്. ഇവിടെ ഔട്ട്സൈഡ് ചേർക്കണ്ടേ ടീച്ചറേ എന്ന് പലർക്കും ഡൗട്ട് തോന്നും. പുറത്ത് എന്നുള്ളതിന് അകത്ത് എന്നുള്ളതിന് നമ്മൾ പണ്ട് തൊട്ട് എന്താ പഠിച്ചിട്ടുള്ളത്? ഔട്ട്സൈഡ്, ഇൻസൈഡ് എന്നുള്ളതാണ്. പക്ഷെ അതൊരു ലൊക്കേഷൻ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പൊതുവേ നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഐ ടുക്ക് ദ ബുക്ക് ഔട്ട്സൈഡ് ദ ഷെൽഫ്. അതായത് ഷെൽഫിൻ്റെ പുറത്തേക്ക് ഞാൻ എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ഔട്ട്സൈഡ് യൂസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ വെറുതെ ഔട്ട്സൈഡ് എന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. സോ ഞാൻ പുറത്ത് പോവുകയാണെന്ന് എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ഔട്ട്. ഐ ആം എന്ന് നിങ്ങൾ പറയുന്നതിന് പകരം കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയിട്ട്, നേരത്തെ സെൻറ്റൻസിൽ ഞാൻ ഐ വിൽ എന്ന് പറഞ്ഞില്ലല്ലോ, ഐൽ എന്നല്ലേ പറഞ്ഞേ, അതേപോലെ കുറച്ചൊരു ഷോർട്ട് ആക്കി സംസാരിക്കാനാണെങ്കിൽ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരിക്കും. സോ ഐ ആം ഗോയിങ് ഔട്ട്. ഓക്കെ, ഐ ആം ഗോയിങ് ഔട്ട്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഐ ആം ഗോയിങ് ഔട്ട്. ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ഔട്ട്. English Mitra. Stop worrying, start learning.